സുഖമായിട്ടിരിക്കുന്നു. ഡൽഹിയിൽ പാർലമെൻ്റൊക്കെ നടക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ബഹളങ്ങളിലൊക്കെ നിൽക്കുകയല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, അത് കുഞ്ഞൻ നമ്പ്യാരുടെ കാലം മുതൽ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആക്ഷേപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട്, ഓട്ടംതുള്ളുകൾ ഉണ്ടാവാറുണ്ട്, സാഹിത്യരചനകൾ ഉണ്ടാകാറുണ്ട്, നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സത്യത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ താരടിച്ച് കാണിക്കാനുള്ളതല്ല, വ്യവസ്ഥിതിയിലുണ്ടാകുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമീപനമാണ്. നിങ്ങളും അതേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളും ചെയ്തത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം. അതിപ്പം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുന്നവർ മാത്രമല്ല, കേരളത്തിലെ വിശ്വാസ സമൂഹം ആകമാനം വിഷമിച്ചൊരു വിഷയം എടുത്തിട്ട് നിങ്ങളത് വളരെ ആക്ഷേപഹാസ്യമായ രീതിയിൽ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാക്കി അത് മാറ്റി. അപ്പോൾ ജനഹൃദയങ്ങളിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ജനഹൃദയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ പാട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന് മാത്രം കേസെടുക്കാൻ മാത്രം ഈ നാട്ടിൽ എത്ര ക്രിമിനലുകൾ വിളഞ്ഞാടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഓരോ ദിവസവും നമ്മൾ വാർത്ത കേട്ടാൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ തന്നെ കൂടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലയില്ലാതെ എത്രയുണ്ട്. അവർക്കൊന്നും കേസെടുക്കാത്ത പോലീസ്. ഇതൊരു മഹാപരാധമാണ്. സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ ചിത്രീകരിച്ചൊരു പാട്ടാക്കി മാറ്റിയതിനെ, ഇങ്ങനെ ഒരു പാരഡിയെ അതിൽ കേസെടുക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട്, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട്.